ആലുവയിലെ വീടിന് മുന്നിലെ ദൃശ്യങ്ങളാണ് വരുന്നത്. നേരത്തെ നമ്മൾ കാവ്യമാധവന്റെയും ദിലീപിന്റെയും ചിത്രം വെച്ചുള്ള ഒരു കേക്കാണ് കണ്ടത്. ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. ഫാൻസ് അസോസിയേഷന്റെ ആഹ്ലാദ പ്രകടനമാണ്. നാദിർഷയുടെ പോസ്റ്റ് വന്നിട്ടുണ്ട്, സത്യമേവ ജയതയെന്ന്. ഇനി അങ്ങോട്ട് പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ദിലീപിന്റെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ വരും. ഇപ്പോൾ പടക്കം പൊട്ടിക്കുകയാണ്. ദിലീപിന്റെ വീട്ടിലേക്കുള്ള വരവിന് മുൻപേ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം തുടങ്ങുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. 8ാം പ്രതിയായ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ കുറ്റവിമുക്തനാക്കിയതിലെ ആഘോഷമാണ് ആലുവയിലെ ദിലീപിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നമുക്കൊപ്പം സായ്കുമാർ തുടരുന്നുണ്ട്. സായ്കുമാർ, കോടതി വളപ്പിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയോ, അതോ അവിടെ ഇപ്പോഴും ദിലീപ് അനുകൂലികളൊക്കെ നിൽക്കുന്നുണ്ടോ? ദിലീപിനെ വെറുതെ വിട്ട ശേഷം ദിലീപ് നടത്തിയ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വളരെ ആത്മവിശ്വാസത്തോടുകൂടി സ്കോർ സെറ്റിൽ ചെയ്യും എന്നുള്ള രൂപത്തിലുള്ള പ്രതികരണമായി വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ്. ഇതിൽ മഞ്ജു വാര്യരുടെ പ്രതികരണത്തോടുകൂടി, ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന പ്രതികരണത്തിലൂടെയാണ് ഈ കേസ് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 8.5 വർഷത്തെ അനുഭവം അതാണ് ദിലീപ് പറഞ്ഞു തുടങ്ങി. അതിൽ കേസ് അന്വേഷിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ പേര് പറയാതെ പരാമർശിക്കുന്നു. അവർക്കൊപ്പം കൂട്ടുചേർന്ന ക്രിമിനൽ പോലീസ് സംഘം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അതോടൊപ്പം അതിജീവിതയ്ക്കൊപ്പം നിന്ന മാധ്യമപ്രവർത്തകരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് ദിലീപ് നടത്തിയത്. അതിനുശേഷമുള്ള ദിലീപ് അനുയായികളുടെ ആഹ്ലാദ പ്രകടനം, മാധ്യമങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിനിധി റോഷിപാലിന് നേരെ നടന്ന ബഹളം വയ്ക്കലും ഭീഷണിപ്പെടുത്തലുമൊക്കെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ആഘോഷം തുടങ്ങിയിട്ടേയുള്ളൂ ദിലീപ് അനുയായികളുടെ. ഇപ്പോൾ ദിലീപിന്റെ വീടിന് മുന്നിൽ കേക്ക് കൊണ്ടുവച്ച് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ദിലീപ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും ഒരുപക്ഷെ ദിലീപിന്റെ പ്രതികരണം ഉണ്ടാകും. ഈ പ്രതികരണങ്ങളൊക്കെ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ അടുത്തതായി ഇനി ദിലീപ് പറയാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ചിത്രമാണ്. കാവ്യമാധവനെ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിനുള്ള ഒരു സാധ്യതയാണ് ഇനി കാണുന്നത്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നതിനൊപ്പം ദിലീപ് പറയുന്നത് യഥാർത്ഥ ഗൂഢാലോചന തന്നെ തകർക്കാനാണ്, തനിക്കെതിരെ പോലീസ് കള്ളക്കഥ മെനയുകയായിരുന്നു എന്നതാണ്. ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, പ്രോസിക്യൂഷൻ ഇതിപ്പോൾ ഈ വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നതല്ലേ സ്വാഭാവികമായും സംഭവിക്കേണ്ടത്? സുജയ ഭഗവതി, അങ്ങനെ തന്നെയാണ്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഇതുവരെയും വിധിയുടെ പകർപ്പ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് കോടതി ഇങ്ങനെ കണ്ടെത്തിയത് എന്നതാണ് പ്രോസിക്യൂഷൻ ഇനി പരിശോധിക്കുന്നത്. അത്തരമൊരു കാര്യം പരിശോധിച്ചായിരിക്കും അപ്പീൽ നൽകുന്നതിൽ സർക്കാർ തീരുമാനമെടുക്കുക, പ്രോസിക്യൂഷൻ തീരുമാനമെടുക്കുക. അപ്പീൽ പോകും എന്നത് ഉറപ്പാണ്. പക്ഷെ അക്കാര്യത്തിൽ സർക്കാർ തലത്തിലും കൂടി ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത് ഈ വിധിന്യായം, വിധിയുടെ പകർപ്പ് പൂർണ്ണമായും ലഭ്യമായതിനു ശേഷം മാത്രമായിരിക്കും അതിനെ സംബന്ധിച്ച ആലോചനയിലേക്ക് കടക്കുക. ഈ വിധിന്യായം പരിശോധിച്ചായിരിക്കും അത്തരമൊരു തീരുമാനം എടുക്കുകയും ചെയ്യുക. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും എന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ ആഴത്തിലുള്ള തെളിവുകൾ നൽകിയിട്ടും കോടതി അക്കാര്യങ്ങളെ സമ്പൂർണ്ണമായും നിരാകരിക്കുന്നു. പ്രോസിക്യൂഷന്റെ തെളിവുകൾ, പ്രോസിക്യൂഷൻ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം, കൂട്ടബലാത്സംഗത്തിലുള്ള ഗൂഢാലോചന കുറ്റം 8ാം പ്രതിയായിരുന്ന ദിലീപിനെതിരെ നിലനിൽക്കില്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം, അതിനെ ഏത് രീതിയിലാണ് ഖണ്ഡിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അധികം വൈകാതെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക്, ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകും. ആ അപ്പീൽ നൽകുകയും ചെയ്യും. അപ്പീൽ നൽകുന്നതിൽ സ്വാഭാവികമായി ഈ വിധിന്യായം പുറത്തുവരിക, വിധിന്യായം പരിശോധിക്കുക. കാരണം കോടതി ഇതിനെ ഏതെല്ലാം രീതിയിലാണ് കണ്ടിട്ടുള്ളത്, പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ ഓരോന്നിനെയും കോടതി ഏത് രീതിയിലാണ് പരിഗണിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലാണ് നമുക്കിനി വ്യക്തത വരാനുള്ളത്. മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ വിചാരണ കോടതിയിൽ നിന്നും ലഭിക്കാതിരുന്ന നീതിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൂടി ഉറപ്പായിട്ടും അതിജീവിതയുടെ ഭാഗത്തുണ്ടാകില്ലേ? കാരണം ഈ കോടതി മാറണമെന്ന ആവശ്യമടക്കം, ജഡ്ജി മാറണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഒരു ഘട്ടത്തിൽ അതിജീവിതം മുന്നോട്ട് വച്ചിരുന്നതാണ്.